ഞാനിങ്ങനെ രാജസ്ഥാൻ റോഡ്സിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലാസ്റ്റ് ബോളറിൽ 24 റൺസ് വേണം. നമ്മളെ ടീമിലെ ബെസ്റ്റ് ഡെത്ത് ബോളർ സന്ദീപ് ശർമ്മയെ കൊണ്ട് എറിയിച്ചപ്പോൾ ഫസ്റ്റ് ബോൾ 6, രണ്ടാമത്തെ ബോൾ 6. കാരണം എന്താണെന്നറിയാം, നമ്മുടെ സ്ട്രൈക്കിൽ ഇരിക്കുന്ന ധോണി ഭായ് ആയതുകൊണ്ട് നമുക്ക് കളിയുടെ കാര്യമൊന്നും പറയാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെന്നിട്ട് സന്ദീപായിട്ട് പറഞ്ഞു, സന്ദീപ് എന്തല്ല ഇങ്ങനെ എറിഞ്ഞ കളറാ. അപ്പോൾ സന്ദീപ് എറിഞ്ഞു. നമ്മൾ 4 റൺസിലാണ് കളി ജയിച്ചത്. അപ്പോൾ എല്ലാവരും നോക്കുമ്പോഴേക്കും സഞ്ജു എന്തോ മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കല്ലേ കാര്യം അറിയത്തുള്ളൂ, ഇതിൻ്റെ കാര്യമാണ്. പക്ഷേ ഇവിടെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഡിൻ്റെ സൗണ്ട് കൂടെ നിർത്തണം. അത് ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. ഓയിൽ ആൻഡ് ഗ്യാസ്, ജോസി, അക്കൗണ്ടിങ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നിങ്ങളുടെ ലക്ഷ്യം ജോലിയാണെങ്കിൽ പഠിച്ചു ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ചുരുക്കം ക്രിക്കറ്റേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. അബിക്കുരുള്ള, ഇനി യോഹന്നാൻ, ശ്രീശാന്ത്, ഒരു നമുക്ക് സഞ്ജു സാംസൺ. പക്ഷേ സഞ്ജു ഒരു പ്രത്യേക ബാറ്റ്സ്മാനാണ് നമുക്ക് കിട്ടിയ. അതുപോലെ തന്നെ ഒരു പവർ ഹിറ്ററാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ഇൻട്രാക്ഷൻസിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് തോന്നിയാൽ മൈ അപ്പോളജീസ്. ആൻഡ് സഞ്ജുവിനോട് ഞാൻ അതിന് നേരത്തെ അപ്പോളജി ചോദിക്കുന്നു. കാരണം ഇറ്റ് ഇസ് ട്രൂലി അൺപ്രിപ്പയർഡ്. എനിക്ക് ആദ്യം സഞ്ജുവിനോട് ചോദിക്കാനുള്ളത്, വിരലിൽ ഒരു പരിക്കുണ്ട്. അതിപ്പോൾ നേരിട്ട് കാണുന്നതിന് മുമ്പ് ഈ പരിക്ക് ഇന്നലെ ഞങ്ങളെല്ലാവരും കണ്ടിരുന്നു ധോണിയുമായിട്ട് നിൽക്കുമ്പോൾ. എൻ്റെ ക്വസ്റ്റ്യൻ MS ധോണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതാണ്. വിക്കറ്റ് കീപ്പറാണ്. MS ധോണി നമ്മളെ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ എന്ന് വിളിക്കുന്ന ഒരാളാണ്. എപ്പോഴൊക്കെയോ ആളുകൾ പറയുന്നത് MS ധോണിയായിട്ട് സാമ്യം ഉണ്ടെന്നാണ്. ബാലൻസ്, യു ആർ വെരി ബാലൻസ്. അത് പലതവണ കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു റിമാർക്കിനോട് പറയാനുള്ളത്? ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ വരുമ്പോൾ തന്ന ഒരു സ്നേഹത്തിനും ഇങ്ങനെ ഹായ് പറയുമ്പോൾ ഇത്രയും ഒരു സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നതിന് നന്ദി. ഹായ് പറഞ്ഞിട്ട് ആരും വെൽക്കം ചെയ്യാതിരിക്കുമ്പോൾ ഒരു വിഷമമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ ഫോർ സച്ച് എ സ്പെഷ്യൽ ഇവന്റ്. ആൻഡ് ഐ ആം very proud to witness how much we have grown as a family. Like it's some remarkable work happening on the background, and we have some great future sitting in front of us. So very happy to witness this. പിന്നെ നമ്മുടെ ചോദ്യത്തിലോട്ട് കടക്കുമ്പോൾ നമ്മുടെ ബാലൻസിനെ പറ്റിയാണ് ചോദ്യം അല്ലേ? അതല്ലായിരുന്നു ചോദ്യം മറന്നു. ഞാൻ ചോദിച്ചത് ധോണിയെ കുറിച്ചായിരുന്നു. ഇന്നലെയാണ് വീഡിയോ കാണുന്നത്. ഒരു ബാറ്റ് സൈൻ ചെയ്യാൻ ധോണിക്ക് കൊടുക്കുന്നു. സഞ്ജു തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ധോണി സൈൻ ചെയ്ത് കഴിയുന്നു. സഞ്ജുവിനോട് സൈൻ ചെയ്യാൻ പറയുന്നു. സഞ്ജു സൈൻ ചെയ്യാൻ മടിക്കുന്നു. അതൊരു യു ആർ ബീങ് ഹംബിൾ അതോ വിരലിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഈ ധോണിയുമായിട്ട് നമ്മളൊക്കെ വളരെ ആരാധിക്കുന്ന ഒരാളോടൊപ്പം ഇങ്ങനെ വളരെ അടുത്ത് കാണുന്നു. ധോണിയുടെ അതേ ബാലൻസ് ഉള്ള ഒരാൾ സഞ്ജു ആണെന്നാണ് പറയുന്നത്. ആ റിമാർക്കിനോടുള്ള റെസ്പോൺസാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ആദ്യത്തെ ബാറ്റ് തരുമ്പോൾ ഇപ്പോൾ 10 വിരലില്ലെങ്കിൽ നമ്മൾ സൈൻ ചെയ്യും. വലിയൊരു ബാറ്ററിന് സൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. പിന്നെ ഔട്ട് ഓഫ് റെസ്പെക്ട്, ആക്ച്വലി ഔട്ട് ഓഫ് ദ പേഴ്സൺ ഹി ഈസ്, ഔട്ട് ഓഫ് ദ ജെന്യുവൻ റെസ്പെക്ട് ആൻഡ് ലവ് വി ഹാവ് ഫോർ ഹിം, എനിക്കങ്ങനെ തോന്നിയില്ല പുള്ളിയുടെ കൂടെ ബാറ്റിനോടെ സൈൻ ചെയ്യാൻ ഞാൻ ആയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇതായത്. അപ്പോൾ രണ്ടാമത്തെ ഒരു റിമാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് പറയാറുണ്ട്, കുറച്ച് സിമിലർ ആണെന്നോ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ഗ്രൗണ്ടിലുള്ളപ്പോൾ കുറച്ച് സിമിലർ ആണെന്നൊക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ മാച്ചസ് കണ്ടിട്ടുള്ളത് മൈബൈയുടെ ആണ്. അപ്പോൾ നമ്മൾ TV കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് MS ധോണി സ്റ്റമ്പിൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫ്ലുവൻസ് ആയി കാണും. അപ്പോൾ അത് അത്രയും വലിയൊരു കമ്പാരിസൺ ഉള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സഞ്ജു ടീമിലേക്കൊക്കെ വന്നൊന്ന് സിറ്റിലായ സമയത്ത് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ വാർത്ത ചോദിക്കുന്ന ആളിങ്ങനെ ഇൻസിംഗർ വരുന്നത് പോലെയാണ് ഔട്ട് സിംഗർ കളിക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ സഞ്ജു പറഞ്ഞു അങ്ങനെയൊന്നുമില്ല കേട്ടോ, ബോൾ വന്നാൽ വലിച്ചടിക്കായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കാര്യം ഞാൻ സഞ്ജുവിനോട് പറയുന്നു. സഞ്ജു ഞാൻ പ്രിപ്പയർഡ് അല്ല, എന്നോട് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് സഞ്ജുവിനോട് ചോദ്യം ചോദിക്കാനുള്ളത്. അപ്പോൾ സഞ്ജു പറഞ്ഞത് പെട്ടെന്നൊരു ബൗൺസറോട് എന്താ ചെയ്യുക, അടിക്കാന്നെ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത്രയും കൂളായിട്ട് എനിക്ക് സഞ്ജുവിനെ തോന്നിയിട്ടുണ്ട്. ഇനി അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദാറ്റ് സ്റ്റേറ്റ്മെന്റ്, ഈ പല ടൈപ്പ് ബോൾ വരുമ്പോൾ ആക്ച്വലി ഹിറ്റ് ദ ബോൾ എന്നുള്ളത് തന്നെയാണോ? കാരണം നമുക്കത്ര ഇൻഡെപ്ത് നോളജ് ക്രിക്കറ്റിലില്ല. അപ്പോൾ ശരിക്കും സഞ്ജുവിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ബോൾ വരുമ്പോൾ? ബോള് വരുന്നത് സത്യം പറഞ്ഞാൽ സാർ ഇവിടെ
ഞാൻ ബോള് എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഓരോ സിറ്റുവേഷൻസ് പോലെയാണല്ലോ. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് അറിഞ്ഞൂടാ ബോളർ എന്താ എറിയാൻ പോണേന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസവും ബ്രോനെ പോലെ നമ്മൾ അവിടെ അതെ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാ അടുത്ത ബോൾ എന്താണെന്നൊക്കെ ഉള്ളൊരു സംഭവം. അപ്പോൾ ബൗൺസർ ആണെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ നമ്മൾ അടുത്ത ഒരു റെസ്പോൺസ് ലൈഫിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിരിക്കുക, ഏത് സിറ്റുവേഷനെ നേരിടാനുള്ളൊരു സംഭവമാണ്. ബൗൺസർ ആണെങ്കിൽ അടിക്കും, യോർക്കർ ആണെങ്കിലും അടിക്കാനുള്ളൊരു ധൈര്യം എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യും. അതെ അതെ. ഇതിപ്പോഴും ഇത് വളരെ പേഴ്സണലായിട്ട് എനിക്ക് ചോദ്യം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ത്രില്ലാണ്. അതായത് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയത് നമ്മുടെ വീട്ടിലൊരാൾക്ക് ജോലി കിട്ടിയ എഫക്റ്റ് നമുക്കുണ്ട്. കാരണം നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് സഞ്ജു കയറാനായിട്ട്. ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു. കാര്യം ഇപ്പോൾ പലതവണ സെലക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, പോകുന്നു. അപ്പോൾ പലപ്പോഴും ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാവരും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഞ്ജുവിൻ്റെ എല്ലാ റെസ്പോൺസസിലും ഇന്ന് വരെ ആരെയും ബ്ലെയിം ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ നമ്മുടേതായ കോൺസ്പിറസി തിയറീസ് ഉണ്ടാക്കാറുണ്ട്. ഔട്ട് ഓഫ് ലവ്, ചിലപ്പോൾ സത്യമായിരിക്കാം. ഞാൻ ആലോചിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ എല്ലാം കൊടുത്തിട്ടും നമ്മൾ തടയപ്പെടുന്നു ചില സമയത്ത്. എൻ്റെ പേഴ്സണൽ ലൈഫ് പറയുകയാണ്, ഒരാൾക്ക് ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യുന്നു, സ്റ്റിൽ നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മളിങ്ങനെ മാറ്റപ്പെടുന്നു. അതിനിടയ്ക്കിടയ്ക്ക് റിക്കർ ചെയ്തുകൊണ്ടിരിക്കും. ഈ കുട്ടികളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇനിയും സംഭവിക്കാം, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട. അത് പല ഫോമിലായിരിക്കും. ചിലപ്പോൾ ഒരു പ്രണയത്തിൻ്റെ ഫോമിലായിരിക്കാം, ചിലപ്പോൾ പഠിച്ചിട്ട് പാസ്സാൻ പറ്റുന്നതിൻ്റെ ഫോമിലായിരിക്കാം. സഞ്ജുവിൻ്റെ കാര്യങ്ങൾ നാഷണലി ഇൻ്റർനാഷണൽ ചർച്ച ചെയ്യപ്പെടാണ്. നിങ്ങളുടെ സെലക്ഷൻ കിട്ടിയത് കിട്ടാതെ, പക്ഷേ എല്ലായ്പ്പോഴും സഞ്ജു ബാലൻസ്ഡ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതൊരു ആക്ച്വലി ഉള്ളിൽ ഫ്രസ്ട്രേഷൻ്റെ മുകളിൽ ചവിട്ടി നിന്ന് സഞ്ജുവിനെ മാനേജ് ചെയ്യുന്നതാണോ, ഓർ ദാറ്റ്സ് ഹൗ യു ആർ? ഭയങ്കര നല്ല ചോദ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ തിങ്ക് താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ്. ഐ തിങ്ക് നമ്മൾ ലൈഫിൽ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മളെല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവും. അപ്പോൾ ഒരു ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യാൻ ഞാൻ ബേസിക്കലി ഒരു ടൈം ലിമിറ്റ് കൊടുക്കും. നമ്മൾ അടുത്ത 5 വർഷത്തിൽ നമ്മൾ എവിടെ കാണണം, അടുത്ത 10 വർഷത്തിൽ സഞ്ജു സാംസന്റെ ലൈഫിൽ എന്തൊക്കെ വേണം. അപ്പോൾ ഇതൊരു ലോങ് ടേം സംഭവമായിട്ട് കാണുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ കുറച്ച് ഭയങ്കര ടഫായിട്ടുള്ള റൈറ്റ്സ് ആയിരിക്കും. പിന്നെ എൻ്റെ ഡ്രീം കോടികളിൽ ഒരു ഡ്രീമാണ്. നമ്മൾ ഇത്രയും ജനങ്ങൾ കളിക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ ഒരാളെ മാറണമെന്ന് പറഞ്ഞാൽ അത്രയും ടഫായിട്ടുള്ള ഡ്രീമാണ്. കുറേ പേര് പറ്റില്ല എന്ന് പറഞ്ഞൊരു ഡ്രീമാണ്. അപ്പോൾ അതിലോട്ട് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാവും, കുറേ റിജക്ഷൻസ് ഉണ്ടാവും, കുറേ ഒബ്സ്റ്റക്കിൾസ് ആണ് കൂടുതൽ. അപ്പോൾ ആ ഒബ്സ്റ്റക്കിൾസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് ബ്രോ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരു തിയറി ഫോളോ ചെയ്യുമല്ലോ ലൈഫിൽ. അപ്പോൾ എൻ്റെ തിയറി എന്ന് വെച്ചാൽ എന്തൊക്കെ പ്രശ്നം എനിക്ക് ഉണ്ടാവുന്നു, എന്തൊക്കെ റിജക്ഷൻ എനിക്ക് നാട്ടുകാർ പറയണം, എന്തൊക്കെ റിജക്ഷൻ എൻ്റെ ടീമിൽ എടുക്കാത്ത ആൾക്കാർ പറയുന്നു, അത് അവരല്ല പ്രശ്നം, ഞാനാണ് പ്രശ്നം. അപ്പോൾ whenever I face a negativity, I face a setback, I face a failure, I look into myself. I look into what my mindset is. Am I working hard enough? Am I in a really good space of mind? So ആ സംഭവങ്ങൾ I keep on checking. So when you are working towards your own self and you reach a point, everything else clears out. പുറത്തുള്ള കാര്യങ്ങൾ മാറും. നമ്മൾ എല്ലാ ടീമിൽ എടുക്കാത്തെന്ന് പറഞ്ഞ് നമ്മൾ ക്യാപ്റ്റൻ്റെ അടുത്ത് വഴക്ക് കൂടിയിട്ടോ കോച്ചിൻ്റെ അടുത്ത് വഴക്ക് കൂടിയിട്ടോ കാര്യമില്ല. ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ തന്നെ എനിക്ക് പറയാൻ പറ്റും. നമ്മൾ ലേറ്റ്ലി ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ ഇതൊരു ടീമിൽ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഭയങ്കര എഗ്രസീവ് ആവുന്നുണ്ട്. എന്തുകൊണ്ട് നിന്നെ എടുത്തില്ല, അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവനും ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരുമല്ല കാരണം, ഞാൻ തന്നെയാണ് കാരണം. എന്തു പറ്റി? അല്ല, അവർക്ക് 15 പേരെ എടുക്കാം. ആ 15 പേര് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് അവരുടെ കണ്ണിൽ. അപ്പോൾ എനിക്ക് ആ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ ചെയ്യുന്നില്ല. സോ ഐ ഷുഡ് റീച്ച് എ സ്റ്റേറ്റ് വേർ ദേ ഷുഡ് സേ സഞ്ജു സാംസൺ ഇല്ലാതെ ഇറങ്ങാൻ പറ്റില്ലാത്തുള്ള രീതിയിൽ ഞാൻ എത്തണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ആ രീതിയിൽ ആ മൈൻഡ് സെറ്റ് വരെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡിലാണ് നമ്മൾ എപ്പോഴും ഉള്ളത്. നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ നെഗറ്റിവിറ്റിയാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ബ്ലെയിം ഗെയിം കളിക്കും. അപ്പോൾ ഈ ബ്ലെയിം ഗെയിം കളിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസും പോസിറ്റീവ് ഡിസിഷൻ മേക്കിങ് നടക്കൂല. അപ്പോൾ ലൈഫ് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ചോയ്സ്. ഇല്ല, ഞാൻ എന്തോ ബ്രോനെ പോലെ സംസാരിക്കുന്ന പോലെ ഉണ്ട്. ഇല്ല, അത്രയ്ക്കും
മോട്ടിവേഷനുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു % കിട്ടിയാൽ എൻ്റെ ലൈഫിൽ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ജെന്യുനായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈഫിൽ പലതും നടക്കുമ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടും ചിന്തിക്കാം, പോസിറ്റീവായിട്ടും ചിന്തിക്കാം. പറ്റുന്നത്ര പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ അത്ര നല്ലത്. നെഗറ്റീവായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനുഷ്യന്മാരാണ്. എനിക്ക് നല്ല ദേഷ്യം വരും, എനിക്കും നല്ല ഫ്രസ്ട്രേഷൻസ് ലൈഫിൽ പലതും ഉണ്ടാവും. പക്ഷെ അതൊക്കെ കൂടുതൽ സമയം കൊടുക്കാൻ പാടില്ല. മാക്സിമം ഒരു ദിവസം ഇല്ലെങ്കിൽ 2 ദിവസം, 3-ാമത്തെ ദിവസം നമ്മൾ സന്തോഷമായിട്ട് എഴുന്നേൽക്കണം. നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിൽക്കണം എപ്പോഴും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ തിയറി, എൻ്റെ സിസ്റ്റം ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അടുത്ത ദിവസം വന്ന് ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്താവും. പക്ഷെ അതൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടല്ലേ, അത്രേ ഉള്ളൂ. ഒരു ബ്യൂട്ടിഫുൾ ആൻസർ ആയിരുന്നു. എനിക്കൊരു 2 ചോദ്യങ്ങളും കൂടി ചോദിക്കാം. ഒരെണ്ണം ഒരു എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഒരെണ്ണം ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇവരെല്ലാം സ്റ്റുഡൻസ് ആണ്. നമ്മൾ പാരൻസും സ്റ്റുഡൻസും നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ പല പ്രശ്നങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ പാരൻസിനോട് തെറ്റായി സംസാരിക്കുന്നത്, ഇപ്പോൾ അവരെ കൊല്ലുന്ന സാഹചര്യങ്ങൾ പോലും ഇവർ രണ്ടുപേരുടെയും ഇക്വേഷൻസ് മാച്ച് ആവാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു സെൻറ്റൻസ് ആണ്, ഗ്രേറ്റ്നെസ് റിക്വയർസ് ഗ്രേറ്റ്നെസ് എന്നാണ്. ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം എപ്പോഴും പറയുമ്പോൾ കൂടെ പറയുന്നവരാണ് സാംസൺ എന്ന് പറയുന്നത്, ഫാദറിൻ്റെ കാര്യം. പലപ്പോഴും ഇപ്പോൾ സഞ്ജുവിനുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് വരുമ്പോൾ ഫാദർ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് വളരെ പാഷനേറ്റ് ആയിട്ട്. ചില സമയത്ത് സഞ്ജുവിൻ്റെ തൊണ്ട ഇടറിയിട്ടില്ലെങ്കിലും ഫാദറിൻ്റെ ശബ്ദം ചിലപ്പോൾ ഇടറുന്നത് ഞാൻ ക്ലോസിലി സഞ്ജുവിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഞാനത് കാണാറുണ്ട്. സഞ്ജുവിനെയും ചേട്ടനെയും കൊണ്ട് ആ മനുഷ്യൻ നടന്നു തീർത്ത വഴികൾ, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ മുന്നിൽ നിന്ന് സഞ്ജുവിന് വേണ്ടി കൂടി സംസാരിക്കുന്നത്. പക്ഷേ സഞ്ജു പറയുന്നതിനേക്കാൾ സഞ്ജുവിന് കുറച്ചൊന്ന് പ്രൊട്ടക്റ്റീവ് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും എന്നോട് എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ പേരെ പറയാം. അപ്പം ഞാൻ ഈ MBA ക്കൊക്കെ തോറ്റ സമയത്ത് പുള്ളിക്കാരൻ എനിക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ ചൂണ്ടുവരലിൽ നിർത്തും എന്ന് കരുതിയപ്പോൾ സാറില്ല എന്ന് പറഞ്ഞൊരു ഫുഡൊക്കെ വാങ്ങിച്ച മനുഷ്യനാണ്. അപ്പം ഇവർക്കും മാതാപിതാക്കളുണ്ട്. ഇവർ കാണുന്ന ഇക്വേഷൻസും നമ്മൾ കണ്ട ഇക്വേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം. ഈ ഫാദർ എന്നൊരു വ്യക്തി സഞ്ജുവിൽ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ്. ഈ പറഞ്ഞ പോലെ ഈ ഷുഡ് ബി എ ഗ്രേറ്റ് മാൻ, കാരണം ഗ്രേറ്റ്നെസ് റിക്വയർസ് ഗ്രേറ്റ്നെസ് എന്നാണ് പറയാം. ഇവരോട് ഇവരുടെ പാരൻറ്റ് സൺ ഡോട്ടർ റിലേഷനിൽ എന്തെങ്കിലും സഞ്ജുവിന് പറയാനുണ്ടെങ്കിൽ? Yeah, I think parents definitely is a very personal feeling. I would honestly admit that. നമ്മൾ എല്ലാവരും we only talk from our own experience. Like I totally respect, ഇവിടെ എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ലൈഫിലുണ്ടാവും. എല്ലാവരുടെയും എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ആദ്യം എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ലക്കിലി എൻ്റെ പേരൻസ് എന്നെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ സാംസണും അമ്മ ലിജിയും കാരണമാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ അമ്മയുടെയും സപ്പോർട്ട് ഭയങ്കരമാണ്. അതൊരു പേരൻസ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു ബാലൻസ് ആണ്, അതൊരു ടീം ഗെയിമാണ്. അവരാണ് ഇങ്ങനത്തെ ഒരാളെ ബിൽഡ് ചെയ്ത് ഫ്രണ്ടിൽ വെച്ചത്. അപ്പോൾ അച്ഛൻ ഓട്ടോമാറ്റിക്കായിട്ടും എൻ്റെ ആദ്യത്തെ കോച്ച് അച്ഛനാണ്. അപ്പോൾ എൻ്റെ 5-ാം വയസ്സിൽ ക്രിക്കറ്റ് തുടങ്ങുമ്പോൾ അച്ഛനാണ് ബോൾ എറിഞ്ഞ് തുടങ്ങിയത്. അച്ഛനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് ഇങ്ങനെ കളിക്കാം, അങ്ങനെ കളിക്കാം. അച്ഛൻ ഭയങ്കര ഒരു സിനിമ എടുക്കാനുള്ളൊരു കഥ ഉണ്ട്. അത്രയ്ക്കും ഒരു ഇമോഷൻ നിറഞ്ഞൊരു ലൈഫാണ് ഞാനും അച്ഛനും എൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. ബട്ട് എനിക്ക് വേറെ ഇതൊരു ഭയങ്കര പേഴ്സണൽ ഒരു റിലേഷൻ ആയതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയൊരു സജഷൻ തരാനായിട്ട് എനിക്ക് തോന്നാറില്ല. ഐ തിങ്ക് പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഹാവ് ദെയർ ഓൺ എക്സ്പീരിയൻസ്, ദെയർ ഓൺ expectations about family, but I feel it's a very different dimension actually. So it's all about how you think about your parents, how they think about you. So നമ്മൾ സ്നേഹവും സന്തോഷവും അങ്ങോട്ട് കൊടുക്കുമ്പോഴും തിരിച്ച് അത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾക്ക് അത് അവസാനിക്കാം. ഇതിൽ കൂടുതൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും ജീവിതം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ ഇത് നേരെ ഫുട്ബോളിലോട്ടാണ് പോകുന്നത്. ഒരുപക്ഷെ ഇവരിൽ പലരും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഏതായിരിക്കും? 2 പേരുകൾ എന്നുള്ള കമ്പാരിസൺ ആണ്. ഫുട്ബോൾ ഹാർഡ്കോറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ ഇതുവരെ റെസ്പോൺസ് കേട്ടിട്ടില്ലെന്നാണ്. ഫുട്ബോൾ ഫോളോ ചെയ്യാറുണ്ടോ സഞ്ജു? കോച്ച് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ചോദിക്കുന്ന ചോദ്യം ക്രിസ്ത്യാനോടാണോ മെസ്സിയോടാണോ താല്പര്യം എന്നുള്ളതാണ്. ഒരു അപകടമില്ല. എനിക്കെന്താണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യം മനസ്സ് തുറന്ന് പറയാനുള്ളൊരു ധൈര്യം വേണം, അത്രേ ഉള്ളൂ. എനിക്ക് ലയണൽ മെസ്സിയാണ് ഇഷ്ടം.
അവിടെ അപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ഇവിടുന്ന് ആർക്കെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അയ്യാ പ്ലീസ്. അവിടെ വേണ്ട, ഞാൻ ചോദിക്കാം. ഓക്കെ, എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഞാൻ ആക്ച്വലി ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. വൈ ഡു യു ഫോളോ സ്പോർട്സ്? വാട്ട് ഗിവ്സ് യു ഹാപ്പിനെസ് ഇൻ ദാറ്റ്? ഓൾസോ ഒരു ക്വസ്റ്റ്യനും കൂടെ, ഡു യു യൂസ് AI? അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ആണല്ലേ? ഓക്കെ. ഹായ് മോനെ, നൈസ് ടു മീറ്റ് യു. ഐ ലവ് ദ എനർജി യു ക്യാരി. കൊള്ളാം, അടിപൊളി. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? വൈ സ്പോർട്സ് എന്നല്ലേ? Yes. What gives you happiness? Is it like when you win or the journey? I think sports is something which happened very naturally to me. Like when I was young, I don't even imagine, I don't even remember when did I start playing sports. I think I was much younger than you also. Maybe like, അപ്പോൾ ഞാൻ വീട്ടിൽ ചോദിക്കുമ്പോൾ they said when you were 5, you were started playing cricket. Wow. So that's what it is. Sports means everything to me. Sports means like life and death to me. I think till the last day of my life, I will be playing sports. I will be involved in some other way or something. I think sports is something which I really suggest to all my friends out there. I think sports is something which can break you down, which can give you a lot of failures, which can give you setbacks almost every day of your life, and then you learn from it. So I think I have a lot of friends in my college and in my school, so who don't play sports. So they end up facing failures. 10th ക്ലാസ് പരീക്ഷ തോക്കുമ്പോഴാണ് ഫെയിലിയർ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എൻ്റെ വയസ്സിൽ, ഞാൻ 6ാം വയസ്സിൽ എൻ്റെ സ്റ്റമ്പ് തെറിക്കുമ്പോൾ എനിക്ക് ഫെയിലിയറാണ്. സ്റ്റമ്പ് എപ്പോഴും തെറിക്കും, എപ്പോഴും മനസ്സ് പൊട്ടും. അപ്പോൾ അതിന്ന് വീണ്ടും കംബാക്ക് നമ്മൾ ചെയ്യണം. വീണ്ടും നമ്മളതിനെ പോസിറ്റീവായിട്ട് വീണ്ടും നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ then we reach a stage like now I am 30, but I can confidently say with God's grace I am ready to face whatever life is going to throw at me. So that is what sports has given me. So that's how I would like to suggest everyone that give at least 1 hour for sports, like 1 hour every day. Try and go out. I think try and not use AI sometimes. You have to. Try. Yeah. എൻ്റെ അപ്പ എൻ്റെ പേര് രാഹുൽ എന്നിട്ട് ബിക്കോസ് ഹി വാണ്ടഡ് മീ ലൈക്ക് രാഹുൽ ഗോൺസാലസ് എ ഫുട്ബോളർ. ബട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ടേ പോയിട്ടില്ല. Yeah, that's nice. I really respect that. But I think playing sports, I think going out with friends, playing a game of cricket, playing a game of football, volleyball, that actually really refreshes me. നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി വേർക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, കൂട്ടുകാരായിട്ട് അടി ഉണ്ടാക്കി വാശി കളിച്ചു. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ലവ് ദ മോസ്റ്റ് അബൌട്ട് സ്പോർട്സ്, ദാറ്റ് യു മേക്ക് ഫ്രണ്ട്സ്, ദാറ്റ് യു മേക്ക് എനിമീസ് ഇൻ ദ ഫീൽഡ്, ബട്ട് ഓഫ് ദ ഫീൽഡ് യുവർ ഫ്രണ്ട്സ്. സോ ദർ ആർ immense number of advantages to be a sportsman. And AI, I am extremely sorry, as I admitted, ഞാൻ AI യൂസ് ചെയ്യാറില്ല. You can actually help me to use AI. I will ask my manager to contact you to help me teach AI. Sure. Okay, thank you. We'll do a deal. I'll learn sports, I'll teach you AI. That's very nice. I am deal. സഞ്ജു, എൻ്റെ പേര് സജീഷ്. എനിക്കൊരു ക്വസ്റ്റ്യൻ. ഞാൻ ആഴ്ചയിൽ 3 ദിവസം ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. 39 വയസ്സ്. ഞാൻ ശോഭയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഒരു മോഡലാണ് സഞ്ജു, കളിയുടെ സ്റ്റൈലും. പിന്നെ എപ്പോഴും ഞങ്ങൾ കളിക്കുന്നത് 4 ഓവർ കളിയാണ്. അപ്പോൾ അറിയാലോ, ഏറ്റവും നന്നായി അടിക്കണവരെയാണ് നമുക്കൊരു റോൾ മോഡൽ. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ടീമിൽ സഞ്ജുവിൻ്റെ റോൾ മോഡൽ, ഫോർ എക്സാമ്പിൾ സഞ്ജു ഇങ്ങനെ സ്ട്രക്ചർ ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് മൈൻഡ്, അത് ഏത് രീതിയിൽ കളിക്കണം, ഏത് രീതിയിൽ ബാറ്റ് പിടിക്കണം, ഏത് രീതിയിൽ ബോൾ വരുമ്പോൾ ആക്രമിക്കണം. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഒരാളെ നമ്മളെപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ആരാധിക്കും, അതിനൊരു ഇഷ്ടം തോന്നും. അത് ആരോടായിരുന്നു? ആരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആവാഹിക്കണത്? നല്ല ഒരു ചോദ്യമാണ്. നമുക്ക് എപ്പോഴും ഒരു റോൾ മോഡൽ ഉണ്ടായിരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മൾ വി ആർ വെരി ക്ലിയർ ഇൻ വിച്ച് ഡയറക്ഷൻ വി ഹാവ് ടു ഗോ. സോ ചെറുപ്പത്തിൽ എനിക്ക് പല റോൾ മോഡൽസ് ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ഒരു പേരെടുത്ത് പറഞ്ഞാൽ അത് ജസ്റ്റിസ് ചെയ്യില്ല. പക്ഷേ ഐ തിങ്ക് ഐ സ്റ്റാർട്ടഡ് ഓഫ് ലവിങ് എ ബി ഡിവിലിയേഴ്സ്. ഐ തിങ്ക് എ ബി ഡിവിലിയേഴ്സ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് IPL കുറച്ച് കൂടുതൽ കളിച്ച് ഒരാളെ കുറച്ചുകൂടെ അടുത്ത് അറിഞ്ഞു തുടങ്ങിയപ്പോൾ അത് ഒരു MS ധോണി ആയിരുന്നു. അപ്പോൾ അതെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് എൻ്റെ റോൾ മോഡൽസ്. ബട്ട്
ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഐ തിങ്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ഹാവ് പീപ്പിൾ ടു ബി എ റോൾ മോഡൽ, ബട്ട് യു വിൽ ഹാവ് ടു ആക്ച്വലി ബി യുവർ ഓൺ സെൽഫ്. എനിക്ക് സഞ്ജു സാംസന്റെ ഒരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിക്കണമെന്നാണ് എപ്പോഴും മനസ്സിലുള്ളത്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ തന്നെ പലവരും പറയും, കുറച്ച് നേരം കളിച്ചുകൂടെ മോനെ, ഒരു 10 ബോൾ നോക്കി കടിച്ചാൽ പോരെ, ഫസ്റ്റ് ബോൾ മുതൽ 6 അടിക്കണം എന്തിനാണെന്നൊക്കെ നമ്മൾ നാട്ടുകാർ ഇഷ്ടമുള്ളതുകൊണ്ട് സംസാരിക്കും. പക്ഷെ ഞാൻ മനസ്സിൽ അപ്പോഴൊക്കെ ഞാൻ പറയാം, ചേട്ടാ ഞാൻ അടുത്ത 10 ബോൾ നോക്കി കളിക്കാം. പക്ഷെ മനസ്സിൽ ഫസ്റ്റ് ബോൾ അടിയളിയ മൈൻഡാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ബീയിങ് യുവർ ഓൺ സെൽഫ്. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ഫൈൻഡിങ് യുവർ ഓൺ സെൽഫ്. ഐ തിങ്ക് ഐ എം ട്രൈങ് ടു ഫൈൻഡ് മൈ ഓൺ സെൽഫ് ഇൻ ദ ഗെയിം ഓഫ് ക്രിക്കറ്റ്. സോ അതിൽ ഭയങ്കര വെറൈറ്റിയാണ്. നമുക്ക് എന്ത് വേണോ ആയി മാറാം. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം റൈറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒരു 5 വർഷം കഴിഞ്ഞ് ലെഫ്റ്റ് കളിക്കുന്ന കാലിച്ച് നോക്കും. അപ്പോൾ അതിലോട്ട് നമ്മൾ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അതെ അതെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഗസ്റ്റുകളുടെ. പക്ഷേ ഇതേപോലെ ഒരു